നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരാളല്ല, അതിനെ നയിക്കുന്ന അധ്യക്ഷൻ മാത്രമാണ് ജ്ഞാനേഷ് കുമാർ. അതിനകത്ത് പല ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് തുറന്നടിക്കുകയാണ്, പൊതുവേദിയിൽ വരെ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനെതിരെ ഒടുവിൽ ഗതികെട്ട് സുപ്രീം കോടതിക്കും രംഗത്ത് വരേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള 2 പേർ, സുഖ്ബീർ സിംഗ് സന്ധുവാണ് അതിനകത്ത് മെയിനായിട്ട് ഈ SIR നടപടികളെ പരിപൂർണമായി മരവിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അവശരായ രോഗികൾ, ദുർധരരായ മനുഷ്യർ, വളരെയധികം ദുർഘടാവസ്ഥയിൽ കഴിയുന്നവർ, ഇവർക്കൊക്കെ ഈ ഫോമും പൂരിപ്പിച്ച് ഇതും കാത്തിരിക്കാൻ കഴിയില്ല. അത് തുറന്നടിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനോട് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള 2 പേർ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്തും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് നോക്കുക. കമ്മീഷൻ നടപടികൾ നീട്ടിവെക്കുക എന്നതാണ് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഡിസംബർ 9-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ നീണ്ട 10 മണിക്കൂർ ചർച്ച SIR നടപടികളുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായ 2-ാം ദിവസവും അലങ്കോലപ്പെടുത്തുമ്പോൾ ഈ ശൈത്യകാല സമ്മേളനം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായി മനസ്സിലായതിനു ശേഷമാണ് ഒടുവിൽ ഗതികെട്ട് SIR നടപടിയിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. SIR നടപടികൾ താൽക്കാലികമായെങ്കിലും മരവിപ്പിക്കാതെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഐക്യകണ്ഠേന പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്താത്ത, രജിസ്റ്റേർഡ് അല്ലാത്ത പാർട്ടികൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. BJPയിലെ ചില സഖ്യകക്ഷികൾക്ക് വരെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വിയോജിപ്പുണ്ട്. അവർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ കൊള്ളരുതായ്മ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. SIR എന്നത് വിചിത്ര നടപടിയാണ്. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള പൂർവാഞ്ചലിൽ 20 ലക്ഷത്തോളം വോട്ടുകൾ ആ മേഖലയിൽ നിന്നും വെട്ടി എന്നുള്ളതാണ്. ധ്രുവ് റാട്ടെ പ്രശസ്ത വ്ളോഗറാണ്, യൂട്യൂബറാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്കുകൾ അത് അംഗീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് പ്രതിപക്ഷം ശരിവെക്കുകയാണ്. ആ കണക്കുകളാണ് അദ്ദേഹം നിരത്തി വെച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സുപ്രീം കോടതി ഈ SIR നടപടിയെ താൽക്കാലികമായെങ്കിലും മരവിപ്പിക്കണം, അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ആ നിർദ്ദേശം പാലിക്കാത്ത പക്ഷം വലിയ കടുത്ത നടപടികളിലേക്ക് പോകാൻ സുപ്രീം കോടതിക്ക് വരെ തയ്യാറാകേണ്ടി വരും എന്നത് വ്യക്തമാവുകയാണ്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് SIR മാത്രമല്ല, EVM-ഉം പരിപൂർണമായി നിരോധിക്കണമെന്ന അവസ്ഥയാണ്. കാരണം EVM-ലെ കള്ളക്കളികൾ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്.